ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 3 അതുപോലെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 10 ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി 10 ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ്. ഇപ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആകട്ടെ, അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ആകട്ടെ, ഈ വേരിയബിൾസും ഫംഗ്ഷൻസും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ആക്സസിബിലിറ്റി ആണ് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. ആയിട്ട് കേരളത്തിൽ നമുക്ക് മലയാളം ഉപയോഗിക്കാം. അതേസമയം നമ്മളൊരു മറ്റു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം കുറച്ചുകൂടി അവിടെ എല്ലാവർക്കും മലയാളം അവിടെ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കുന്നത് അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും. അതേസമയം തിരിച്ച് വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് അവിടെ വീണ്ടും നമുക്ക് മലയാളം ഉപയോഗിക്കാം. അപ്പം ഇതുപോലെ തന്നെയാണ്. അതായത് വേരിയബിൾസ്, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഉണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും. ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ലോക്കലുള്ള സ്കോപ്പിൻ്റെ അകത്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതേസമയം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ പ്രോഗ്രാമിലുടനീളം, ആ പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഗ്ലോബൽ വേരിയബിൾസും അതുപോലെ ഗ്ലോബൽ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ഇവിടെ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് ഇൻറ്റ് എൻ, ഒരു എൻ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഇൻറ്റ് CB, അതായത് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു CB. സി ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് പാസസ് ടു എൻ ഈസ്, അതായത് എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു കോഡ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇവിടെ ആകെ CB എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ലഭിക്കുന്ന ഒരു എറർ ആയിരിക്കും. ബിക്കോസ് ദിസ് ഇസ് ആൻ എറർ because the variable x is declared within the main function, so it cannot be used in other function. x എന്ന് പറയുന്ന വേരിയബിൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു ഫംഗ്ഷനിൽ നമുക്ക് x എന്ന് പറയുന്ന വേരിയബിളോട് ഉപയോഗിക്കാൻ കഴിയില്ല. ദെൻ CB = n × n കാണും. അതിനുശേഷം ഈ CBയുടെ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതാണ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തായിട്ട് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് x, റിസൾട്ട്. ദെൻ സി ഔട്ട് എൻ്റർ എ നമ്പർ സീൻ എക്സ്, അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്താണോ ആ നമ്പർ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം റിസൾട്ട് = ക്യൂബ് ഓഫ് എക്സ്, ആ എൻ്റർ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ് ഇവിടെ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യുന്നു? റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ സി ഔട്ട് ക്യൂബ് = റിസൾട്ട്, അതായത് ക്യൂബിൻ്റെ വാല്യൂ എന്താണോ, അതായത് റിസൾട്ടിലെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കൂ, സി ഔട്ട് /n ക്യൂബ് = CB, അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂബ് = എന്ന് പറഞ്ഞ് CB എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ലഭിക്കുന്ന ഒരു എറർ ആയിരിക്കും. കാരണം എന്താ? CB എന്ന് പറയുന്ന വേരിയബിൾ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വേരിയബിൾ നമുക്ക് മറ്റു ഫംഗ്ഷന് ഉപയോഗിക്കാൻ കഴിയില്ല. This is an error because the variable CB is declared within the cube function, so it cannot be used in other functions. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലോക്കൽ വേരിയബിൾസ് അതുപോലെ തന്നെ ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ഫംഗ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ അകത്തായിട്ടോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ലോക്കൽ വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ലോക്കലി നമ്മൾ ഡിഫൈൻ ചെയ്ത ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമായിരിക്കും. അതായത് ഇവിടെ CB എന്ന് പറയുന്ന വേരിയബിൾ എടുത്താൽ ഈ വേരിയബിൾ നമുക്ക് എവിടെ മാത്രം ഉപയോഗിക്കാൻ കഴിയൂ? ക്യൂബ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് x, റിസൾട്ട്. അതായത് ഇവിടെ x, റിസൾട്ട് എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസ് നമുക്ക് എവിടെ മാത്രം ഉപയോഗിക്കാൻ കഴിയൂ? മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ലോക്കൽ സ്കോപ്പാണ്. ആ ലോക്കലി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ നമുക്കവ ഉപയോഗിക്കാൻ കഴിയൂ. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. The variables that are declared inside a function or a block are called local variables and are said to have local scope.
These local variables can only be used within the function or block in which these are declared. അതായത് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ അകത്തോ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെയാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അവയ്ക്ക് ലോക്കൽ സ്കോപ്പാണ് ഉണ്ടാവുക. അതായത് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ, ആ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ആ ലോക്കൽ വേരിയബിൾസിനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അടുത്തത് എന്താണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് നോക്കാം. സോ ഗ്ലോബൽ വേരിയബിൾസ് നമുക്ക് എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത് എവിടെയായിരിക്കും? അതായത് നമ്മുടെ പ്രോഗ്രാമിലുള്ള എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഏറ്റവും ആദ്യമായിട്ടായിരിക്കും ഈ ഗ്ലോബൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. So global variables are usually declared outside of all of the functions and blocks at the top of the program. So they can be accessed from any portion of the program. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ വേരിയബിൾസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. സോ നോർമലി നമ്മളൊരു ഫംഗ്ഷൻ, ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എവിടെയാണ്? അതായത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ മുൻപിലായിട്ടായിരിക്കും ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ആ മെയിൻ ഫംഗ്ഷൻ്റെ മുമ്പിലായിട്ട് എഴുതുന്ന ഫംഗ്ഷന് നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബിഫോർ ദ മെയിൻ ഫംഗ്ഷൻ ആൻഡ് നോട്ട് വിത്തിൻ എനി അതർ ഫംഗ്ഷൻ, ദ സ്കോപ്പ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് എൻറ്റയർ പ്രോഗ്രാം. ഗ്ലോബൽ വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? എൻറ്റയർ പ്രോഗ്രാം. പ്രോഗ്രാമിന് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്ലോബൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫംഗ്ഷൻസ്, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി പ്ലേസ് ഇൻ ദ പ്രോഗ്രാം ആൻഡ് ദിസ് സ്കോപ്പ് ഈസ് നോൺ ആസ് ഗ്ലോബൽ സ്കോപ്പ്. ഇനി അടുത്തതായിട്ട് ഈ സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻസ് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണിത്. ഇതുകൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഹെഡർ ഫയൽ എഴുതി #include IOStream, then using namespace standard int cb. അപ്പോൾ ഈ ഒരു വേരിയബിൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. void test എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ദെൻ ക്യൂബ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ, അതോടൊപ്പം നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഈ എല്ലാ ഫംഗ്ഷൻ ബ്ലോക്കിൻ്റെയും ഏറ്റവും മുമ്പിലായിട്ടാണ് CB നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ഈ CB എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് എടുക്കാം. സോ ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ CB എന്ന് പറയുന്ന ഈ വേരിയബിളിന് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അതുപോലെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഉപയോഗിക്കാം, ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് void ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി നമ്മളോട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്തത്? മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട്. അതായത് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് എന്ത് പറയാം? ഗ്ലോബൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട് എഴുതുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ നമുക്ക് എന്ത് പറയാം? ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയാം. ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇൻറ്റ് ക്യൂബ് ഓഫ് ഇൻറ്റ് n, അതായത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് ക്യൂബ് ഓഫ് ഇൻറ്റ് n എന്ന് പറയുന്നത്. ഇതൊരു ലോക്കൽ ഫംഗ്ഷനാണ്. കാരണം എന്താ? ഒരു ഫംഗ്ഷൻ്റെ അകത്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ദെൻ CB = ക്യൂബ് ഓഫ് എക്സ്, ദെൻ cout CB. ഇതൊരു ഇൻവാലിഡ് കോളാണ്. കാരണം എന്താ? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ്. മെയിൻ ഫംഗ്ഷനിൽ അറിയാം ഇൻറ്റ് x = 5. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. കാരണം അതൊരു ലോക്കൽ വേരിയബിളാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ, ഗ്ലോബൽ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ നോക്കും, മെയിൻ ഫംഗ്ഷനിൽ ഇൻറ്റ് x = 5. അപ്പോൾ x = 5 എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആണ്. ദെൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു വാലിഡ് കോളാണ്. കാരണം എന്താ? അതായത് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. അടുത്തത് CB = ക്യൂബ് ഓഫ് എക്സ്. ഇപ്പോൾ CB എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം CB എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. അതേസമയം ക്യൂബ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് കോളായിട്ടാണ് വരുന്നത്. കാരണം എന്താ? ക്യൂബ് എന്ന് പറയുന്നത് ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ലോക്കൽ ഫംഗ്ഷനാണ്. ലോക്കൽ ഫംഗ്ഷൻസ് മറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു ഇൻവാലിഡ് കോളാണ്. നെക്സ്റ്റ് cout CB. അതുപോലെ ഇവിടെ ഡിക്ലെയർ ചെയ്ത ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇൻറ്റ് ക്യൂബ് ഓഫ് ഇൻറ്റ് n, ഇൻറ്റ് val = n × n, ദെൻ റിട്ടേൺ val. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന n എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിൾ ആണ്. അതുപോലെ val എന്ന് പറയുന്ന ഈ വേരിയബിളും ഒരു ലോക്കൽ വേരിയബിൾ ആണ്. അതായത് ഈ രണ്ട് വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. അതുപോലെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ CB എന്ന് പറയുന്ന വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഫംഗ്ഷനുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. So a function which is declared inside the function body of another function is called local function,
ആൻഡ് ആസ് ഇറ്റ് ക്യാൻ ബി യൂസ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓൺലി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ പ്രോഗ്രാമിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ടാണ് ക്യൂബ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമുക്ക് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. Then a function which is declared outside the function body of any other function is called ഗ്ലോബൽ ഫംഗ്ഷൻ. ഏതെങ്കിലും ഫംഗ്ഷൻ ബോഡിയുടെ പുറത്താണ് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എ ഗ്ലോബൽ ഫംഗ്ഷൻ ക്യാൻ ബി യൂസ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഉടനീളം നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഗ്ലോബൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ദ സ്കോപ്പ് ഓഫ് ഗ്ലോബൽ ഫംഗ്ഷൻ ഈസ് ദി എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ദാറ്റ് ഓഫ് ലോക്കൽ ഫംഗ്ഷൻ ഈസ് ഓൺലി ദ ഫംഗ്ഷൻ where it is declared. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബൽ ഫംഗ്ഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എൻറ്റയർ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ മുഴുവനായിട്ട് നമുക്ക് ഗ്ലോബൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതേസമയം ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ആ ഫംഗ്ഷൻ എവിടെയാണോ അത് ഡിക്ലെയർ ചെയ്തത് ആ ഫംഗ്ഷനിൽ മാത്രമേ നമുക്ക് ലോക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതോടൊപ്പം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്